ഇന്ന് നമുക്കൊരു ലിവർ ഫ്രൈ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ലിവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഏകദേശം പകുതിയായി നമുക്ക് കിട്ടും. എല്ലാവർക്കും ഷാബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലിവർ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3-4 തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും പെപ്പർ പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയം നമ്മൾ ഇതിലേക്ക് ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് 7 സവാള സ്ലൈസായി കട്ട് ചെയ്ത് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോയ്ക്ക് 2 സവാള ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ ചേർത്ത് കൊടുത്ത് റെഡിയായി വരുമ്പോൾ നമ്മുടെ അരപ്പ് കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ഒന്നുമില്ല കേട്ടോ, കറക്റ്റ് ആയിരിക്കും. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലിവർ ഇട്ട് കൊടുക്കാം. സവാള ഈ രൂപത്തിൽ വരുമ്പോൾ ലിവർ ഇട്ട് കൊടുത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ലിവറിലെ വെള്ളം ഇറങ്ങുമ്പോൾ ഇതുപോലൊന്നും വഴന്ന് വരില്ല. നമ്മൾ ലിവർ വളരെ ചെറിയ പീസുകളായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഇച്ചിരി വലിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. റെഡിയായി വരുമ്പോൾ ലാസ്റ്റ് ഇത് ചുരുങ്ങും. അങ്ങനെ നമ്മളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരും. നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ആവി കയറിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. വെള്ളം ഊറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നീട് തുറന്നു വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ലിവറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടിട്ട് റെഡിയാക്കി എടുക്കാൻ. ചെറിയ തീയിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അരപ്പെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ മസാലയും ലിവറും എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സായി ഫ്രൈ ആയി വരുന്നത്. അങ്ങനെ എല്ലാം കൂടി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നര ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് കഴിച്ചവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.